Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA HM എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സാണ്. നമ്മൾ HRM എന്നൊക്കെ പറയുന്ന കോഴ്സില്ല. അപ്പോൾ ഇഗ്നോയിൽ ഈ ഒരു കോഴ്സിന് പേര് HRM എന്നുള്ളതല്ല, MBA HM എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് HRM ഇല്ലല്ലോ എന്ന് സംശയം വേണ്ട. HM ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സിൻ്റെ കോഡായിട്ട് വരുന്നത്. ഇതൊരു PG പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം PGകളെല്ലാം 2 years ആണ് മിനിമം വരുന്നത്. അതുപോലെ തന്നെ മാക്സിമം വാലിഡിറ്റി എന്ന് പറയുന്നത് 4 years ആണ്. അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യണം. മീഡിയം ഇഗ്നോയിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മീഡിയം സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 3 year ഡ്യൂറേഷൻ വരുന്ന ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രിയാണ്. അതിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇൻ കേസ് നമ്മുടെ കാൻഡിഡേറ്റ് ഒരു റിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ 45% മതി. ഫോർ എക്സാമ്പിൾ OBC, CST തുടങ്ങിയ കാറ്റഗറിയിൽ പെട്ടുന്ന സ്റ്റുഡൻസുകൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 16,000 ആണ്. ഈ 16,000 ഇതിൽ നമുക്ക് രജിസ്ട്രേഷൻ ഫീ അതുപോലെ ഡെവലപ്മെൻറ്റ് ഫീ അടക്കം 60,700 rupees വരുന്നത് ഇഗ്നോയിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി അടയ്ക്കേണ്ടത്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ അതുപോലെ 4th സെമസ്റ്റർ. ഈ 3 സെമസ്റ്ററുകളിലും ഈ ഒരു ഫീ ആണ്. അതിൽ ഈ ഒരു 700 മൈനസ് ചെയ്യും സെക്കൻഡിലും 4ലും. അപ്പോൾ 16,000 ആണ് നമുക്ക് സെക്കൻഡ് ഇയറിലും 4th ഇയറിലും വരുന്നത്. 4th സെമസ്റ്ററുകളിലാണ് വരുന്നത് കേട്ടോ. സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണിത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 16,700, സെക്കൻഡ് സെമസ്റ്ററിൽ 16,000, 4th സെമസ്റ്ററിൽ 16,000. ഒരു മാറ്റം വരുന്നത് 3rd സെമസ്റ്ററിൽ 18,000 രൂപയാണ് അടയ്ക്കേണ്ടത്. 3rd സെമസ്റ്ററിൽ നിങ്ങൾക്ക് 8 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫീ ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ എക്സാം ഫീസ് സെപ്പറേറ്റ് ആണ്. എക്സാം ഫീസ് ഒരു സബ്ജക്റ്റിന് 200 രൂപ മാത്രമേ ഉള്ളൂ. അത് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഇനി ഒരു കോഴ്സ് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലും ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 3 റീജിയൻ സെൻറ്റർ ആണല്ലോ കേരളത്തിലുള്ളത്. അതിലൊന്ന് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ നിങ്ങൾക്ക് ഈ റൂറൽ അക്കാദമി, സാക്രഡ് ഹാർട്ട്, ശ്രീ കേരള വർമ്മ കോളേജ്, ഈ 3 കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. നിങ്ങൾക്കറിയാം എന്താണ് റീജിയൻ സെൻറ്റർ, അത് എന്താണ് സ്റ്റഡി സെൻറ്റർ അറിയാത്തവർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റഡി സെൻറ്ററിൽ എന്തിനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്? ഈ കോഴ്സ് നിങ്ങൾക്ക് നടത്തപ്പെടുവാൻ, അതായത് ഈ കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റഡി സെൻറ്റേഴ്സാണ്. ഇവരാണ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കോളേജിൽ പോകേണ്ടത്. ഇഗ്നോയിൽ ഓരോ തിയറി സബ്ജക്റ്റുകൾക്കും ഓരോ അസൈൻമെൻറ്റ് കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അസൈൻമെൻറ്റ് മാർക്കും തിയറി മാർക്കും റിട്ടൺ മാർക്കും നോക്കിയിട്ടാണ്, അതിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ടാണ് അതിലേക്ക് നിങ്ങളുടെ പാസ്സായിട്ടുണ്ടോ പാസ്സായിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത്, കംപ്ലീറ്റ് ഓർ ഇൻകംപ്ലീറ്റ് തീരുമാനിക്കുന്നത്. അസൈൻമെൻറ്റിൽ നിന്നും 30% വെയിറ്റേജും അതുപോലെ റിട്ടൺ എക്സാംസിൽ നിന്നും 70% വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഈ ഇഗ്നോ നിങ്ങൾക്ക് കംപ്ലീഷൻ, അതായത് ഇതിൽ നിന്നും വെയിറ്റേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 40% മാർക്ക് വേണം. അപ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, പാസ്. അപ്പോൾ ഇഗ്നോയിൽ അസൈൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അസൈൻമെൻറ്റ് മാർക്ക് കൂടി ഇതിൽ എന്ത് ചെയ്യുന്നു നോക്കുന്നുണ്ട്. ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ഈ സ്റ്റഡി സെൻറ്ററുകളിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. പോകാൻ കഴിയാത്തവർ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോളേജുകളിലേക്ക് അവർക്ക് രജിസ്റ്റേർഡ് പോസ്റ്റൽ വഴി നമുക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റീജിയൻ സെൻറ്റർ നോക്കാം. ട്രിവാൻഡ്രത്ത് നോക്കാം. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ നമുക്ക് ഏകദേശം 5ഓളം സ്റ്റഡി സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. തൊലിക്കേറ്റ്, DB പമ്പ, അതുപോലെ മാർ യുവാനിയസ്, ശ്രീ ഹിന്ദു, ശ്രീനാരായണ കോളേജ് തുടങ്ങിയ ഈ 5 കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസിൻ്റെ അടുത്തുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്താൽ മതിയാവും. ഇനി വടകര റീജിയൻ സെൻറ്ററിൽ ഏതൊക്കെ കോളേജസുകളാണ് അവൈലബിൾ എന്നുള്ളത് നോക്കാം. വടകരയിൽ നമുക്ക് 2 കോളേജാണ് ഈ
എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു MBA കോഴ്സിന് അവൈലബിൾ JDT ഇസ്ലാമും നിർമ്മലഗിരി കോളേജും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ സബ്ജക്റ്റുകൾ എന്തെല്ലാം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ ഒരു കോഴ്സിൻ്റെ. അപ്പോൾ നമുക്ക് വരുന്നത് ഇതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് MBAയുടെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും സെയിം സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇഗ്നോയിൽ നിങ്ങൾ ഏത് MBA കോഴ്സ് എടുത്താലും ഫസ്റ്റ് സെമസ്റ്ററും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററുകൾ എല്ലാവർക്കും സെയിം ആണ്. ഈ MMBC 001 മുതൽ MMBC 014 വരെയുള്ള ഈ സബ്ജക്റ്റുകൾ ഫസ്റ്റ് ഇയർ, അതായത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും എല്ലാവരും പഠിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ ഈ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാനേജീരിയൽ എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ടഫ്. അപ്പോൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സിന് എഡ്യൂഫിക്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ റെക്കോർഡഡ് ക്ലാസ്സാണ്, നോട്ട്സ് ഉണ്ടാവും, അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, മെൻറ്ററിങ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്തു സെക്കൻഡ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്തവർക്കും ഈ ഒരു ബാക്കിയുള്ള MMBC 008 മുതൽ 14 വരെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ ഈ പറഞ്ഞ പോലെ 4-നും 5-നും 14-നും 10-നും ഒക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയായിട്ട് സെപ്പറേറ്റും ജോയിൻ ചെയ്യാം, മുഴുവൻ കോഴ്സ് എടുക്കണമെന്നില്ല. അപ്പോൾ ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഈ പറഞ്ഞ ഇവിടെ കാണിച്ചിട്ടുള്ള MMBC 015, 16, അതേപോലെ ഇത് പ്രൊജക്റ്റാണ്. അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ ഈ 2 സബ്ജക്റ്റ് ഒരു പ്രൊജക്റ്റും നിർബന്ധമാണ്. പിന്നെ നിങ്ങളെ സ്പെഷ്യലൈസേഷൻ, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നിന്നും നമുക്ക് റീ രജിസ്ട്രേഷൻ സമയത്ത് കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഫോർത്ത് സെമസ്റ്റർ ലാസ്റ്റ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, 3 കോഴ്സുകൾ നിങ്ങളെ സ്പെഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് എടുക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. നിങ്ങളെ സ്പെഷ്യലൈസേഷന് ആപ്റ്റായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്, സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇഗ്നോയിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. ഈ ഇഗ്നോയിൽ ഏകദേശം 9ഓളം MBA കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് MBA HM അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിതുവരെ സംസാരിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. താങ്ക്